തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന CPIM-ന്റെ ജില്ലാ കമ്മിറ്റികളെല്ലാം കഴിയുമ്പോൾ ഇനി പാർട്ടിയും സർക്കാരും വരുത്തുന്ന തിരുത്തലുകൾ എന്താണെന്നാണ് അറിയാനുള്ളത്. സർക്കാരിന്റെ മുൻഗണന മാറണമെന്നും വകുപ്പുകളുടെ പ്രവർത്തനം മെച്ചപ്പെടണമെന്നും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രവർത്തന ശൈലിയിൽ പ്രകടമായ മാറ്റം വേണമെന്നാണ് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന ആവശ്യം. തിരുത്തലിനെ പ്രത്യാശയോടെ കാണുന്ന താഴെത്തട്ടിലെ പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് നേതൃത്വം ഉയരുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിനെ അധികരിച്ചാണ് ജില്ലാ കമ്മിറ്റികളിൽ വിശദമായ ചർച്ച നടന്നത്. ലോക്സഭയിലെ കനത്ത പരാജയത്തോടെ പാർട്ടി അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളുന്നതായിരുന്നു ജില്ലകളിലെ ചർച്ച. തോൽവിയെ ജയമാക്കുന്ന വ്യാഖ്യാന പാഠവം കൊണ്ടോ വിദണ്ഡവാദങ്ങൾ കൊണ്ടോ മറച്ചുപിടിക്കാവുന്നതല്ല പ്രതിസന്ധി തിരിച്ചറിവിൽ അവർ എല്ലാവരെയും കടന്നാക്രമിച്ചു. സംഘടനയെയും നേതാക്കളെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബാധിക്കുന്ന സകല വിഷയങ്ങളും ചർച്ചയിൽ പരാമർശിച്ചു. ആരെയും വെറുതെ വിട്ടില്ല എന്ന് സാരം. മൈക്ക് ഓപ്പറേറ്ററോടും അവതാരികളോടും വരെ തട്ടിക്കയറുന്ന, ഓഫീസിൽ ജനങ്ങളെ കാണാൻ തയ്യാറാകാത്ത, കുടുംബത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങളോട് പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയുടെ ശൈലി നിശിതമായി വിമർശിക്കപ്പെട്ടു. ഏകാധിപതിയെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത് എന്ന വിമർശനം വരെ ചർച്ചയിൽ ഉയർന്നു കേട്ടു. ഭരണവിരുദ്ധ വികാരത്തിന് തീവ്രത വെളിവാക്കപ്പെട്ട ചർച്ചയിൽ ധന, ആരോഗ്യ, തദ്ദേശ, പൊതുമരാമത്ത് മന്ത്രിമാരും രൂക്ഷമായ വിമർശനത്തിനിരയായി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രവർത്തന ശൈലി മാത്രമല്ല, അവർ ഭരിക്കുന്ന വകുപ്പുകളുടെ വീഴ്ചയും കടുത്ത വിമർശനത്തിന് പാത്രമായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുന്നണി കൺവീനർ EP ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവരും രൂക്ഷമായ വിമർശനം കേട്ടു. വിഭാഗീയതയുടെ കാലത്തുണ്ടായതിനേക്കാൾ കടുത്ത വിമർശനമാണ് CPM ജില്ലാ കമ്മിറ്റികൾ നടന്നത്. എന്നാൽ പ്രശ്നങ്ങളും പരിമിതികളും വീഴ്ചകളും കുറവുകളുമെല്ലാം വ്യക്തമായ സാഹചര്യത്തിൽ CPM ഇനി എന്ത് തിരുത്തലാണ് വരുത്താൻ പോകുന്നതെന്നാണ് അറിയാനുള്ളത്. സംഘടനയുടെയും സർക്കാരിൻ്റെയും നേതാക്കളുടെയും ശൈലി അടിമുടി മാറി ജനകീയമാകണമെന്നാണ് ജില്ലാ കമ്മിറ്റികൾ ഉയർന്ന വികാരം. ആ വികാരം ഉൾക്കൊണ്ട് തിരുത്താനും പരിഹരിക്കാനും നേതൃത്വം തയ്യാറാകുമോ, അതോ പിന്നെയും പഴയ പടി തന്നെ പോകുമോ? കാലത്തിന് ചുവരെടുത്ത് വായിക്കാൻ പ്രാണി നഷ്ടപ്പെട്ടാൽ തിരുത്താൻ മനസ്സുവെക്കാതിരുന്നാൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും അനുഭവമാകും CPIM-നെ കേരളത്തിലും കാത്തിരിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R ശ്രീജിത്ത് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, അവസാനത്തെ വരിയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തിരുത്തലുകൾ അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ എന്താണ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയായിരുന്ന ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത്, അത് കേരളത്തിലും സംഭവിക്കുമെന്ന ആത്മവിമർശനം CPM-ന്റെ വിവിധ തലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. തിരുത്തൽ എന്ന വാക്കിനെ പാർട്ടി നേതൃത്വം എത്ര കണ്ട് ഉൾക്കൊള്ളുന്നുണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടിക്കും സർക്കാരിനും നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഈ പാർട്ടിയുടെ പെർഫോമൻസിന് അളവുകോലാവുക എന്നത് വ്യക്തമാണ്. എത്രത്തോളം തിരുത്തലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള കമ്മിറ്റികളിലെ വിമർശനങ്ങൾ, ഒപ്പം അതിനോടുള്ള നേതൃത്വത്തിൻ്റെ പ്രതികരണം? ബിനിൽ, തിരുത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവരുടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയോ സംസ്ഥാന സെക്രട്ടറിയുടെയോ മറ്റേതെങ്കിലും നേതാക്കളുടെയോ ശൈലിയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതികളോ പൊടുന്നനെ മാറും എന്നതല്ല. എന്നാൽ അവർ വർഷങ്ങളായി ആർജിച്ച അവരുടെ രീതികൾ തന്നെയാണ് തുടരുന്നത്. അത് അവർക്ക് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ കോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ആ കോട്ടങ്ങളെയാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ എല്ലാവരും വിശകലനം ചെയ്യുന്നത്. എന്നാൽ KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ ശൈലി വളരെ അനുകൂലമാണോ എന്ന മറുചോദ്യവും CPM ക്യാമ്പിൽ നിന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ശൈലിക്കപ്പുറത്ത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും അടക്കം പ്രവർത്തനത്തിൻ്റെ മുൻഗണനയിൽ മാറ്റം വരണം. കാരണം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലും സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നതിലും ഒപ്പം തന്നെ മറ്റ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ആരായുന്നതിലും ആശുപത്രികളിൽ ആവശ്യമരുന്നും മറ്റ് സേവനങ്ങളിൽ ലഭ്യമാക്കുന്നതിലും പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ ഊന്നി ഉള്ള ഒരു മുൻഗണനയിലേക്ക് സംസ്ഥാന സർക്കാർ മാറണം. അതാണ് ജനകീയമായ സർക്കാരിൻ്റെ ഒരു തിരുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, സംഘടനയും കൂടുതൽ ജനകീയമാകണം. ഓരോ ലോക്കൽ കമ്മിറ്റി മുതൽ മകളിലോട്ടുള്ള ആളുകൾ, നേതാക്കന്മാർ ഓരോ അധികാര കേന്ദ്രങ്ങളായി മാറുന്നതിന് പകരം പഴയ മാതിരി അവരുടെ പഴയ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ടും നാട്ടിലെ ആളുകളുടെ ജനകീയ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന ആ രീതിയിലേക്ക് തിരിച്ചു വരണം. അത്രയൊന്നും പഴയ കാലത്തേക്ക് പോലെ തിരിച്ചു പോകാൻ കഴിയില്ലെങ്കിലും ജനകീയമായിട്ട് ഒരു 5 പേർ, ഇന്നലെ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മറുപടി പറയുമ്പോൾ M സ്വരാജ് സൂചിപ്പിച്ച പോലെ 5 പേരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ 5 പേരെയെങ്കിലും കൂടെ കൂട്ടാനോ കഴിയുന്ന ഒരു നേതൃത്വമായി പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വങ്ങൾ മാറണമെന്നുണ്ട്. ആ മാറ്റമാണ് മറ്റൊരു തിരുത്തൽ, സംഘടനാപരമായ തിരുത്തലുകൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജനകീയമായ ഒരു തിരുത്തലിന് ജനപക്ഷത്ത്
എന്നുള്ളൊരു തിരുത്തലിലേക്ക് വരുമ്പോൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ട പ്രതാപം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജനവിശ്വാസം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നതാണ് പ്രശ്നം. അതിനായി ഒരു മാർഗരേഖയും ഒരു കർമ്മ പദ്ധതിയും പാർട്ടി തയ്യാറാക്കും. ഈ മാസം 17-18 തീയതികളിൽ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി വീണ്ടും വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കുന്ന മാർഗരേഖയായിരിക്കും ഈ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ മാർഗരേഖയിൽ ഊന്നിയുള്ള ഒരു ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ട ജനവിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള ഒരു തിരുത്തലിലേക്ക് CPIM കേരളത്തിൽ വരും എന്ന പ്രതീക്ഷയാണ് പാർട്ടി നേതൃത്വവും ഒപ്പം തന്നെ മറ്റ് നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വ്യക്തിപരമായ ശൈലി മാറ്റത്തിന് അപ്പുറത്തേക്ക്, അതിനെപ്പറ്റി വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വ്യക്തിപരമായ ശൈലി മാറ്റത്തിന് അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ പ്രയോറിറ്റികളുള്ള മാറ്റമാണ് പ്രധാനമായും പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ അനുഭാവികളും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യം ഒഴിവാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് CPIM-ന്റെ വിവിധ തലങ്ങളിൽ. വിശദമായ വിശകലനം നടത്തുകയായിരുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്.